നമസ്കാരം. മാർച്ച് മാസത്തിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് ഗുണകരമായി തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള യോഗമുണ്ടെങ്കിലും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള മാറ്റം ഉണ്ടാവുകയില്ല. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഈ രേവതി നക്ഷത്രക്കാർ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് ഗുണകരമായി തീരും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി, സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ രണ്ടാമത്തെ പകുതിയിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കരാറ് ജോലികളിൽ ഒപ്പുവെക്കുവാനുള്ള യോഗമുണ്ടെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് ഗുണകരമായി തീരുകയില്ല. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിച്ച രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ ഫലപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ജാഗ്രതയോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അനുകൂലമാക്കി തീർക്കുവാനുള്ള അവസരവും കൂടി രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഏതു വിധത്തിലും ശിവക്ഷേത്രത്തിൽ നിത്യവും ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നതും ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടായിത്തീരുവാനുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ആത്മവിശ്വാസം ആർജിക്കുവാൻ ഏറെക്കുറെ ഉപകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വന്നു ചേരുവാനും യോഗമുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവവും ആത്മസമയ മനത്തോടു കൂടിയതായിട്ടുള്ള സമീപനവും വേണ്ടിവരും എന്നതാണ് പറയേണ്ടത്. രേവതി നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.